ഹലോ, വെൽക്കം ബാക്ക്. 5 വയസ്സിലുള്ള അളവിലാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് 1 മീറ്റർ തുണിയാണ് ആവശ്യം. ആദ്യം നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം. ഞാനൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബോഡി പാർട്ടിനുള്ള അളവ് മാർക്ക് ചെയ്തെടുക്കാം. ലെങ്ത്ത് ഞാൻ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. വിഡ്ത്ത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ 1 ഇഞ്ച് കുറച്ച് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ മൊത്തം 4.5 ഇഞ്ചാണ്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ മാത്രമായി 3 ഇഞ്ചാണ്. 3 ഇഞ്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് നെക്കിൻ്റെ വിഡ്ത്ത്. നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ച്. മുകളിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. നെക്കൊന്ന് ചെറുതായി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഒരുപാടൊന്ന് ഡീപ്പാക്കാതെ ജസ്റ്റ് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് വെച്ച് തന്നെ ബാക്ക് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് മാത്രം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മോളിന് 1/2 ഇഞ്ച് ഒന്ന് കയറ്റി, ബാക്ക് ആയതുകൊണ്ട് 1/2 ഇഞ്ച് ഒന്ന് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിയൊക്കെ ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പീസിനായി 1 മീറ്റർ തുണി മൊത്തം എത്രയാണോ വീതി കിട്ടുന്നത് അത് മുഴുവനായിട്ട് എടുക്കാം. ലെങ്ത്ത് ഞാൻ 17 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മൊത്തം വീതി 28 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വീതി മൊത്തം എടുക്കാം. ഇത് 2 ഭാഗത്തു കൂടിയുള്ള തുണിയാണ്. നമുക്ക് ലെങ്ത്ത് മാത്രം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പീസ് ജോയിൻ ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് ഇട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഫ്രിൽസും ആണെങ്കിൽ ഫ്രിൽസും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2-3 കട്ട് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ട് പീസിലും കട്ട് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് പീസ് മാത്രം ഒന്നെടുത്ത് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസ് ഫ്രില്ല് ചെയ്തെടുക്കുമ്പോൾ സെൻറ്ററിലായിട്ട് 1 ഇഞ്ച് ഒന്ന് വിട്ട് തയ്ക്കണം. കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് 1 ഇഞ്ച് വിട്ടുകൊടുത്ത് തയ്ക്കാം. ഇനി കട്ട് ചെയ്ത 2 പീസ് തയ്ക്കാനായി ഒരു നീളത്തിലൊരു തുണി കട്ട് ചെയ്തെടുക്കണം. 3 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് സ്കേർട്ട് കട്ട് ചെയ്ത പീസ് എത്രയാണോ, കട്ട് ചെയ്ത ഭാഗം എത്രയാണോ അതിൻ്റെ ലെങ്ത്ത്. കട്ട് ചെയ്ത പീസിനെ 2 ഭാഗത്തും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി ഇതിനൊന്ന് കവർ ചെയ്ത് എടുക്കണം. ഇതുപോലെ വെച്ച് ഒരു സൈഡ് 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കവർ ചെയ്ത് തയ്ച്ചെടുക്കാം. 2 സൈഡ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ബാക്കി വന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ മുകളിലായി വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ബട്ടൺ വെക്കാനുള്ള ഭാഗം കുറച്ച് വിട്ടിട്ട് അതുപോലെ താഴോട്ട് കുറച്ച് ഓപ്പൺ ആക്കിയിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ മൊത്തമായി ബട്ടൺ വെച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. രണ്ട് സൈഡ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കായി കോളർ കട്ട് ചെയ്തെടുക്കാം. 4 ഇഞ്ച് വീതിയിലുള്ള തുണി ഞാൻ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. നെക്ക് ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കിയെടുക്കാം. കറക്റ്റ് അളവ് ഇച്ചിരി ഒന്ന് വലിച്ച് പിടിച്ച് എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അര ഇഞ്ച് കൂടുതലൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ടാപ്പിൽ അളക്കുകയാണെങ്കിൽ 1 ഇഞ്ച് ഇതുപോലെ താഴത്തേക്കും അര ഇഞ്ച് ഇടുന്നു. ഒന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തോട്ടും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഇതുപോലത്തെ ഒരു പീസും കൂടി വേണം. ഇനി ഈ കോളറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്ന സൈഡിൽ നിന്ന് തയ്ച്ചു കൊടുക്കണം, ഒരു 1/4 ഇഞ്ച് വീതിയിൽ. ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് നന്നായി ഒന്ന് അയൺ ചെയ്യുകയോ എല്ലാം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി കോളറിൻ്റെ ഉടുപ്പിൻ്റെ സെൻറ്ററിലായിട്ട് കട്ട് മാർക്ക് കൊടുക്കാം. ഈ കട്ട് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
ഇനി സ്ലീവ് തയ്ക്കാനായി പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. 2 ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്ത് അരയിഞ്ച് സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഉടുപ്പിൻ്റെ 2 ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. 1 ഇഞ്ച് വീതിയിൽ 2 സൈഡും, അതുപോലെ തന്നെ താഴ്ഭാഗവും 1 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചു കൊടുക്കാം. ബെൽറ്റ് ഇടാനായി ഒരു ചെറിയൊരു ഹോൾ വെച്ച് കൊടുക്കണം. അതിന് ഇതുപോലെ 2 സ്ട്രിപ്പ് തയ്ച്ചെടുക്കാം. ഉടുപ്പിൻ്റെ 2 സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺസ് പിടിപ്പിച്ച് കൊടുക്കാം. ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കാം.